പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും ഈ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, ദൈവിക ജ്ഞാനം, ഭക്തി എല്ലാ കൃപകളിലും നിറച്ചനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിമോചനത്തിന് വേണ്ടിയുള്ള നൊവേനയുടെ അവസാന ദിവസത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അനേക മക്കള് പലവിധ മേഖലകളിൽ കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന ഒത്തിരി അനുഭവങ്ങള്, സന്ദേശങ്ങള്, പ്രാർത്ഥന നിയോഗങ്ങള്, അനേകായിരങ്ങള് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഈ ദിവസങ്ങളില് അച്ഛനോട് പങ്കുവച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മൾ ശക്തമായിട്ട് അതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, നമുക്ക് ജീവൻ നൽകുന്ന ദൈവമാണ്. നമ്മൾ എല്ലാവരും ഉന്നതരാകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതിനുവേണ്ടി ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ് ദൈവം നമുക്ക് തരുന്നത്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്ന പൈശാചിക ശക്തികൾ അതിപ്രബലമാണ്. ആദ്യ മാതാപിതാക്കളെ മുതല് ഇന്നുവരെ ദൈവത്തിന്റെ വചനമനുസരിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ പ്രാപിച്ച് ജീവിക്കാതിരിക്കാൻ വേണ്ടി പിശാച് പല വിധത്തില് പ്രലോഭനങ്ങളിലൂടെ, പൈശാചികമായ ആസക്തികളിലൂടെ മനുഷ്യ മക്കളുടെ ജീവിതത്തില് അതിശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കർത്താവിനോട് ചേർന്ന് നിൽക്കണം. കർത്താവിന്റെ കുരിശിലെ ബലി കൊളോസോസ് 2:14-15 വചനം ലംഘിച്ച്, നിയമം ലംഘിച്ച്, അതിൽ നിന്ന് വന്ന കടങ്ങള്, ശാപങ്ങള്, പിശാചിൽ ലഭിച്ച ആധിപത്യങ്ങള്, അധികാരങ്ങള്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്, നമ്മുടെ സഭയിലുണ്ട്, ഈ ലോകത്തിലുണ്ട്, മാനവകുലത്തിലുണ്ട്, നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. അതെല്ലാം നിർവീര്യമാക്കുന്ന കർത്താവിന്റെ കുരിശിലെ ബലി എന്താണ്? നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായിട്ട് അവഹേളനാപാത്രമാക്കി പിശാചിന്റെ ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, സാന്നിധ്യങ്ങളെ കുരിശിൽ നിഷ്കാസനം ചെയ്തു. പരസ്യമായിട്ട് ഈശോ അവയെ അവഹേളനാപാത്രമാക്കി. ഈ കുരിശു മരണത്തിന്റെ ശക്തിയാണ് മക്കളെ നമ്മൾ അവകാശപ്പെട്ട് ഈ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് കണ്ട് പേടിക്കണ്ട. ഇതിനൊക്കെ മോചിപ്പിക്കുന്ന കർത്താവിന് കുരിശിലെ ബലി, അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം. എന്നിട്ട് കുമ്പസാരിക്കണം, പാപത്തെ വിട്ടുപേക്ഷിക്കണം, നമ്മുടെ കുടുംബത്തിന്റെ പാപങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കണം, കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി, കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. പാരമ്പര്യമായിട്ടും കുടുംബാംഗങ്ങളിലൂടെയും വീട്ടിലേക്കും മണ്ണിലേക്കും പലതിലൂടെയും കടന്നു വന്ന പൈശാചിക ശക്തികള്, അവന് ലഭിച്ച അധികാരങ്ങള്, ആധിപത്യങ്ങള്, അതെല്ലാം പരസ്യമായിട്ട് അവഗണനാപാത്രമാക്കിയ കർത്താവിന്റെ കുരിശിലെ ബലി അതുപോലെ സ്വന്തമാക്കി അർപ്പിക്കണം. അതിനേക്കാളേറെ ഭാഗ്യം
ഈശോയെ തന്നെ നമുക്ക് തരുമല്ലേ മക്കളെ? ദിവ്യകാരുണ്യമായി ഈശോ തന്നെ നമ്മളിലേക്ക് എഴുന്നള്ളി വരുമ്പോ നമ്മെ തടസ്സപ്പെടുത്താൻ ഏത് പിശാചിനെ പറ്റുമോ? ഏത് സാത്താനെ പറ്റുക? ഏത് അധികാരിക്കാ പറ്റുക? ഏത് ആധിപത്യത്തിനെ പറ്റുമോ മക്കളെ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും ബന്ധിതർക്ക് മോചനം നൽകാൻ വേണ്ടി വന്ന കർത്താവ് ഈ വിമോചനത്തിന്റെ അടിസ്ഥാനങ്ങളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് പിശാചിന് ലഭിച്ച ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, പാപശക്തികളെ, രോഗശക്തികളെ, ശാപശക്തികളെ, അവന്റെ ആധിപത്യങ്ങളെ, അവൻ കെട്ടിയ കെട്ടുകളെ, അവൻ ബന്ധിച്ച ബന്ധനങ്ങളെ എല്ലാം പരസ്യമായിട്ട് ഈ കുരിശിൽ പാപം ഏറ്റെടുത്ത് ശാപത്തെ നീക്കി കടങ്ങൾ വീട്ടി സാത്താന്റെ ആധിപത്യങ്ങൾ തകർത്തെറിഞ്ഞ് തന്റെ കുരിശു മന്നത്താൽ ജീവൻ നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ബലി അർപ്പിക്കണം. കൂദാശകളിലൂടെ അതിന്റെ ചൈതന്യം സ്വന്തമാക്കണം. അതോടൊപ്പം തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് നമ്മൾ ജീവിക്കണം. നമുക്കറിയാം, ഒത്തിരി തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ദേശത്തിന്റെ രൂപികള്, ദേശത്ത് നടന്ന ആഭിചാര്യങ്ങള്, ചില പൂജകള്, അല്ലെങ്കിൽ പൈശാചിക പ്രവൃത്തികള്, ആത്മഹത്യ, കൊലപാതകം, വ്യഭിചാരം, മദ്യപാനം, ജഡികാസക്തി, ചതി, അനുസരണക്കേട്, ഒത്തിരിയേറെ തിന്മകൾ, പിന്നെ ക്ഷുദ്രപ്രവൃത്തി, സർപ്പപൂജകള്, അതോടൊപ്പം തന്നെ പൈശാചികമായ മന്ത്രവാദത്തിന്റെ, കൂടോത്രത്തിന്റെ, ഹലാലിന്റെ ഊതിയും തുപ്പിയും ഒക്കെ കൊടുക്കുന്ന വശീകരണ യന്ത്രങ്ങള്, അതുപോലെ സമ്മാനങ്ങള്, പിന്നെ സിനിമകള്, മീഡിയകള്, മൊബൈൽ ഗെയിമുകള്, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന മൊബൈൽ ഗെയിമുകള്, സിനിമകള്, ഇതിലൂടെയൊക്കെ പിശാചിന് നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും സാമ്പത്തിക മേഖലകൾക്കെതിരെ, നമ്മുടെ കുടുംബജീവിതത്തിനെതിരെ, കല്യാണം നടക്കരുത്, ജോലി കിട്ടരുത്, ബിസിനസ് നന്നായി വളരരുത്, അതിനൊക്കെ വേണ്ടി ആരെങ്കിലുമൊക്കെ ചെയ്ത പ്രവൃത്തികൾ, അങ്ങനെ പലതൊക്കെ ഉണ്ട് മക്കളെ. പക്ഷേ ദൈവത്തിന്റെ മക്കളെ, നമ്മൾ ഈ ഒരു ശക്തി സ്വന്തമാക്കി ജീവിക്കുന്നവരാണ്. അത് ശരിക്കും അർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കുക. അതിനേക്കാളേറെ ഈശോ ചെയ്ത ആ പുതിയ പ്രവൃത്തി നമ്മള് സുവിശേഷത്തിൽ നോക്കിക്കേ, അനേകരിൽ നിന്ന് ഈശോ പിശാചുക്കളെ പുറത്താക്കി. മഗ്ദലന മറിയത്തിൽ നിന്ന് ഈശോ 7 പിശാചുക്കളെ പുറത്താക്കിയപ്പോ അവൾക്ക് പിന്നെ വ്യഭിചരിക്കണമെന്നേ ഇല്ല. ആത്മാവ് പോയി. വ്യഭിചാര ദുർബോധം വിട്ടുപോയപ്പോ പിന്നെ പെൺകുട്ടിക്ക് വ്യഭിചരിക്കണമെന്നില്ല. അപസ്മാരം ബാധിച്ച ബാലിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കിഞ്ഞപ്പോ അവന്റെ രോഗം മാറി. മൂകനും ബധിരനുമായ ആത്മാവ് വിട്ടുപോയപ്പോ മൂകനും ബധിരനും സംസാരിക്കാനും കേൾക്കാനും തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ലഗ്യോൻ ബാധിച്ചവന് പിശാചി വിട്ടുപോയപ്പോ വസ്ത്രം ധരിക്കാത്തവൻ വസ്ത്രം ധരിച്ചു. അവൻ ശാന്തനായി. അവൻ എളിമപ്പെട്ട് കർത്താവിന്റെ പിന്നാലെ പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഈശോ ഗലീലായരുടെ ചുറ്റി സഞ്ചരിച്ചതിനെ കുറിച്ചൊക്കെ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പറഞ്ഞിട്ടുണ്ട്. അനേകം പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട്, രോഗികളെ സുഖപ്പെടുത്തിക്കൊണ്ട് അവൻ ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. ഈശോ ഈ അധികാരം ശിഷ്യന്മാർക്ക് നൽകി. ലുക്ക 9:1-2 പിശാചിനെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താൻ അധികാരവും ശക്തിയും തന്റെ മക്കൾക്ക് കൊടുത്തു. മർക്കോസ് 3 പറഞ്ഞിട്ടുണ്ട്, തന്നോട് കൂടി ആയിരിക്കുവാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ 12 പേരെ വിളിച്ചു. ഈശോയുടെ വലിയൊരു ദൗത്യമാണ്, ഈശോയുടെ വലിയൊരു പദ്ധതിയാണ് നമ്മെ പിശാചിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കുന്നത്. 72 പേര് അധികാരപ്പെടുത്തി ഈശോ വിട്ടു. 2 പേരായിട്ട് ഗ്രാമങ്ങളിലേക്ക് അയച്ചു. ആ സമയത്ത് തിരിച്ചു വന്നിട്ട് പറയാ, പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈശോയുടെ നാമത്തിൽ മാമോദിസ സ്വീകരിച്ച മക്കളാണ്. അതുകൊണ്ട് തന്നെ മാമോദിസ സ്വീകരിച്ച നമുക്കെല്ലാവർക്കും ഒരു അധികാരമുണ്ട്. അവന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരം നമുക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് 2-3 കാര്യങ്ങൾ പറയാനുള്ളത്. ഈ സെൽഫ് ഡെലിവറൻസ് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിച്ചല്ലേ, കർത്താവായ ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മക്കളെയും തടസ്സപ്പെടുത്തുന്ന പൈശാചിക സ്വാധീനങ്ങളെ, അന്ധകാര ശക്തികളെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, ആ നാമത്തിലാണ് മാമോദിസ സ്വീകരിച്ചിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ലേപനം ചെയ്യപ്പെട്ട് വിശുദ്ധ ജലത്താൽ മുദ്രിതമാക്കപ്പെട്ടവരാ നമ്മള്. ആ അധികാരത്തിൽ
ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുക. പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാൻ വേണ്ടി പിന്നീട് പ്രാർത്ഥിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യം എനിക്ക് പറയാനുള്ളത്, മക്കളെ, നമ്മൾ സെൽഫ് ഡെലിവറൻസ്, സ്വയം ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മെ അസ്വസ്ഥപ്പെടുന്ന ഒരു മദ്യപാനാസക്തി ആയിരിക്കാം, ജഡികാസക്തി ആയിരിക്കാം, കോപം, വെറുപ്പ്, ഇതൊക്കെ ആയിരിക്കാം. ഇതൊരിക്കലും പരിശുദ്ധാത്മാവല്ല, നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം. എന്നിലുള്ള ജഡികാസക്തിയുടെ വ്യഭിചാര ദുർഭൂതമേ, യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, എന്നെ വിട്ടുപോ. കർത്താവിന് കുരിശിൻ ചുവട്ടിൽ നിർവീര്യമായി പോന്നി എന്ന് പറഞ്ഞ് ആ ദുർബോധത്തെ, കോപത്തിന്റെ ആത്മാവിനെ, അസൂയയുടെ ആത്മാവിനെ, അലസതയുടെ ആത്മാവിനെ, ചില മക്കൾക്ക് പഠിക്കാൻ പറ്റണില്ല. എന്റെ കൊച്ചിനുള്ള, അല്ലെങ്കിൽ കൊച്ചു തന്നെ പ്രാർത്ഥിക്കുക, എന്നിലുള്ള അലസതയുടെ ആത്മാവിനെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിച്ച് കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അങ്ങനെ നമ്മിലുള്ള ഈ അരൂപികളെ എന്തുമാകട്ടെ നിങ്ങൾ കണ്ടുപിടിക്കണം, പുറത്താക്കണം. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആരെയൊക്കെ ദൈവം പരമേൽപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, മാതാപിതാക്കള്, മരുമക്കള്, അമ്മായിപ്പൻ, അമ്മായിമ്മ, സഹോദരങ്ങള്, ഇവരെ ദൈവം നിങ്ങൾക്ക് കുടുംബത്തെ തന്നിരിക്കുന്നവരാണ്. അവരിലുള്ള ഏതെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട മദ്യപാനത്തിന്റെ, ലഹരിയുടെ, അനുസരണക്കേടിന്റെ, അല്ലെങ്കിൽ എപ്പോൾ തോൽവി, ഒരു രക്ഷപ്പെടില്ല, അങ്ങനെ തടസ്സപ്പെടുന്ന രൂപികളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. കുടുംബം ഒരുമിച്ച്, ഞാൻ പറയാണ്, ഈ ബഹിഷ്കരണ പ്രാർത്ഥന ഞങ്ങളുടെ കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന പൈശാചിക ശക്തികളെ, എന്തിലും ഏതിലും തടസ്സപ്പെടുത്തുന്ന, ബന്ധിക്കുന്ന, കെട്ടിപ്പൊട്ടി വച്ചിരിക്കുന്ന, കലഹത്തിലേക്ക് നയിക്കുന്ന, വഴിപടച്ച ജീവിതത്തിലേക്ക് നയിക്കുന്ന അനുസരണക്കേടിന്റെ ആത്മാവിനെ, അങ്ങനെ നമ്മുടെ കുടുംബത്തിലുള്ള ആത്മാക്കളെ നമുക്ക് ദൈവം തന്ന കുടുംബാംഗങ്ങളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കാനുള്ള അധികാരമുണ്ട്, ശക്തിയുണ്ട്. നിങ്ങൾ ചെയ്യും. ഇനി 3ാമത്തെ മേഖല, നമ്മൾ വസിക്കുന്ന വീടിരിക്കുന്ന മണ്ണ്, നമ്മുടെ വളർത്തു ഭക്ഷ്യ മൃഗാദികള്, നമ്മുടെ കൃഷിയിടങ്ങള്, ഉപജീവന മാർഗങ്ങള്, ഫാക്ടറി ആയിരിക്കാം, കടയായിരിക്കാം, എന്തുമാകട്ടെ, ആ സ്ഥലത്തുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പൈശാചിക ശക്തികളെ, അന്ധകാര ശക്തികളെ ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഈശോയെ അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ സാമ്പത്തിക മേഖലയെ, എന്റെ വീടിരിക്കുന്ന മണ്ണിനെ, ജോലി സ്ഥലത്തെ, എന്റെ കടകളെ, എന്റെ പഠനത്തെ, എന്റെ ജോലിയെ തടസ്സപ്പെടുത്തുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനു മുമ്പ് എല്ലാവരും നല്ലപോലെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച്, കുർബാനയ്ക്ക് ശേഷമോ അല്ലെങ്കിൽ നിത്യാരാധന പോയിരുന്ന് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ചൈതന്യത്തോടെ, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ ഈ ബഹിഷ്കരണ പ്രാർത്ഥന നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. ഇത് നമുക്ക് വേണം. വ്യക്തിപരമായ ബഹിഷ്കരണ പ്രാർത്ഥന, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ബഹിഷ്കരണ പ്രാർത്ഥന, പിന്നെ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സാമ്പത്തിക മേഖല, സ്ഥലം, ജോലി, വീട്, വളർത്തു ഭക്ഷ്യ മൃഗാദികൾ, കൃഷിയിടങ്ങളൊക്കെ, അവയുടെ മേൽ. പിന്നെ എനിക്ക് നിങ്ങൾ പറയാനുള്ളത്, വേറൊരു സ്ഥലത്തും പോയി നിങ്ങൾ ബന്ധിച്ച് ബഹിഷ്കരിക്കാൻ പോകരുത്. ചില പ്രാർത്ഥനക്കാരെന്ന് പറഞ്ഞ ആൾക്കാർ അവിടെ പോയി ബന്ധിക്കും, ഇവിടെ പോയി ബന്ധിക്കും. നിങ്ങൾക്ക് അതിനുള്ള അധികാരം കർത്താവ് തന്നിട്ടില്ല. അതുകൊണ്ട് അതിന് നൽകപ്പെട്ട വൈദികരുണ്ട്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലുണ്ട്, ആരാധനയിലുണ്ട്. അത് അവർ ചെയ്യട്ടെ. നമ്മൾ വേണ്ടാത്ത ചെയ്താൽ, നീ പോയി ഒരു വീട്ടിൽ ബന്ധിച്ചു നിർത്തോ, നിന്റെ ആ ബന്ധന പ്രാർത്ഥനയുടെ ശക്തി നിന്റെ കുടുംബത്തിലേക്കോ, നിന്റെ മക്കളിലേക്കോ, നിന്റെ ജോലി മേഖലകളിലേക്കോ, മക്കളുടെ പഠനത്തിൽ കടന്നു വരാൻ സാധ്യതയുണ്ടെന്നല്ല, കടന്നു വരും. അപ്പൊ അതുകൊണ്ട് അച്ഛനൊക്കെ ഈ അധികാരമുള്ളതുകൊണ്ട് തന്നെ വളരെയേറെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ഈ ബഹിഷ്കരണ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അച്ഛൻ എപ്പോഴും ആരാധന മധ്യേ, വിശുദ്ധ കുർബാന മധ്യേ, അതിലാണ് നമ്മൾ ഡെലിവറൻസ് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾ ധ്യാനത്തിന് വരിക, 2 ശനി കൺവെൻഷൻ വരിക, നിത്യാരാധനയിൽ വരിക, വിശുദ്ധ കുർബാനയ്ക്ക് വരിക. എന്നിട്ട് അവിടെയാണ് യഥാർത്ഥമായി വിടുതൽ. നമ്മൾ കുടുംബത്തെ സമർപ്പിക്കും, മക്കളെ സമർപ്പിക്കും, എല്ലാവരെയും സമർപ്പിച്ച് ദിവ്യകാരുണ്യനാഥന്റെ വലിയ സാന്നിധ്യത്തിൽ കുരിശു മനഃശക്തി അവകാശപ്പെട്ടുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, യഥാർത്ഥമായ വഴി ആത്മീയമായ മേഖലയിൽ നമ്മൾ അറിയണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, കണ്ണിക്കണ്ട ബ്രദർമാരെ ആരും വിളിച്ചു കൊണ്ടുവന്ന് കുടുംബത്തിൽ കയറ്റരുത്. എനിക്കറിയാം, ചില ബ്രദർമാര് പിശാചിനെ കൊണ്ട് ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുണ്ട്, ആവാഹിപ്പിച്ചെടുക്കുന്ന പരിപാടികളൊക്കെ.
വേണ്ടാത്ത പിശാചിനെ കൊണ്ടുവരുന്ന പ്രവൃത്തികൾ പലരിലൂടെയും ഇന്ന് പല കുടുംബങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ നാമത്തിന് ശക്തി നമ്മൾ ഉപയോഗിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് നൽകപ്പെട്ട സഭാധികാരികള്, വിശുദ്ധ കുർബാന, കൂദാശകള്, നിത്യാരാധന, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ജപമാല, കരുണ ജപമാല, പിന്നെ നമ്മുടെ തിരുരക്തന്റെ ജപമാല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് മുടങ്ങാതെ എന്ന പോലെ എല്ലാ ദിവസവും വീട്ടിൽ ഉറക്ക വച്ച് കൂടെ പ്രാർത്ഥിക്കാം. ഇനി പ്രാർത്ഥിക്കാൻ പറ്റില്ലെങ്കിലും അത് വീട്ടിൽ വയ്ക്കാം. ഈശോയുടെ ഏറ്റവും വെറിയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിന്റെ തിരുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, ഈ പോരാട്ടത്തില് കർത്താവിന്റെ മക്കളായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം. നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ ശക്തി, കർത്താവിന് അവന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ശരിക്കും പറഞ്ഞ ഒരു കുരിശ് വരച്ചാൽ തീരാവുന്ന ശത്രുക്കളുള്ളൂ നമുക്ക്. കുരിശ് വരയുടെ അർത്ഥം നോക്കി, തമ്പുരാനെ വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആ പ്രാർത്ഥന ശരിക്കും അർത്ഥം മനസ്സിലാക്കി കുരിശ് വരച്ചാൽ മതി. ഏത് പൈശാചിക ബന്ധനങ്ങളും വിട്ടുപോകും. നമ്മുടെ കാരണവന്മാർ ആദ്യം പഠിപ്പിച്ച പ്രാർത്ഥന ഏതാ? കുരിശ് വരയ്ക്കാനാ. അതുകൊണ്ട് കുരിശുവരയുടെ ശക്തി, അവിടുത്തെ നാമത്തെ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിന്റെ ശക്തി അതറിഞ്ഞ് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. ഓടിച്ചിട്ട് എന്തോ ചൊല്ലിക്കൂട്ടുന്ന പോലെ അതിന്റെ വേഡിങ്സ്, അതിന്റെ കുരിശുവരകള്, അതുമായിട്ട് ബന്ധപ്പെട്ട നാമത്തിന്റെ ശക്തി, ഇതൊക്കെ അറിഞ്ഞ് അനുഭവിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന എപ്പോഴും അറിഞ്ഞപ്പനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നമ്മൾ പ്രാർത്ഥിക്കില്ലേ, പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിങ്ങൾ രക്ഷിക്കണമേ. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അപ്പൊ ഓർക്കണം, ഈശോ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപ്പനെ വിളിച്ചു, അപ്പനെ ഇടപെടുത്തിച്ചു, തീർന്നു. പിന്നെ യുദ്ധം സ്വർഗേറ്റെടുക്കാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള പ്രാർത്ഥനകള്, നമുക്കുള്ള സംരക്ഷണങ്ങള്, നമുക്കുള്ള ബലിയർപ്പണങ്ങള്, നമുക്കുള്ള കൂദാശകള് അർത്ഥം മനസ്സിലാക്കി ചൈതന്യത്തോടെ ചെയ്ത് അതിന്റെ ആവശ്യകത ഇതിനോടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യും മക്കളെ. കർത്താവിനെ അനുഗ്രഹിക്കും. ഇനി അങ്ങോട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകത്തിന് വേണ്ടി പന്തക്കുസ്താക്ക് വേണ്ടി ഒരുങ്ങാൻ പോവുക. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കനുസരിച്ച് അച്ഛൻ ഈ ദിവസങ്ങളിൽ ഉത്തരം നൽകും. ചില ആത്മീയമായ മേഖലകൾ. പക്ഷേ നമ്മുടെ അടിസ്ഥാനം കർത്താവിന് കുരിശുമരണത്തിന്റെ വിജയമാണ്. നമ്മുടെ അടിസ്ഥാനം പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട്, അച്ഛൻ എപ്പോഴും പറയും, യഥാർത്ഥമായ വിടുതൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുമ്പോൾ എന്നിലുള്ള മറ്റാത്മാക്കൾ വിട്ടുപോകുന്നതാണ് ശരിക്കുമുള്ള ഡെലിവറൻസ്. പ്രകാശം നിറയുമ്പോ അന്ധകാരം മാറിപ്പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിറയുമ്പോ മറ്റേത് ആത്മാവുമാട്ടെ അത് വിട്ടുപോകും. അതാണ് ശരിക്കുള്ള വിടുതൽ. അപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള വിടുതൽ ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം. ഇനിയുള്ള 10 ദിവസങ്ങള്, നമ്മൾ പന്തക്കുസ്തായ്ക്ക് മുമ്പുള്ള ഈ ദിവസങ്ങള്, പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അതിശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ദിവസങ്ങളിലും അച്ഛൻ ഈ ആത്മാക്കൾ ലോകത്തെ കുറിച്ച് പല കാര്യങ്ങൾ പറയും. അതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരുങ്ങി, അതിനനുസരിച്ച് കൂദാശകൾ സ്വീകരിച്ച്, അതിനനുസരിച്ച് സംരക്ഷണം. അടുത്ത അച്ഛൻ പറയുന്ന കുറെ കാര്യങ്ങൾ സംരക്ഷണത്തെ കുറിച്ചാണ്. അതൊക്കെ സ്വീകരിച്ച് സ്വന്തമാക്കി ജീവിക്കണം. പക്ഷെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഇന്ന് രാവിലെ മുതൽ 6:30 മുതൽ വൈകിട്ട് 4 മണി വരെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന കാർമൽ ധ്യാന കേന്ദ്രത്തിലുണ്ട്. സാധിക്കുന്ന മക്കളൊക്കെ വന്ന് പങ്കെടുക്കുക. ഇല്ലാത്തവര് വീട്ടിലിരുന്ന് 9-ാം ദിവസത്തില് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും ഇന്ന് കുർബാന അർപ്പിക്കുക, ഈശോയെ സ്വീകരിക്കുക. നിത്യാരാധന പോയിരുന്ന് 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റുന്നവരും ഈ 9-ാം ദിവസം പ്രാർത്ഥിക്കുക. ഇവിടെ ഉപവാസത്തിന്റെ ചൈതന്യത്തോടെ കർത്താവിന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്ന മക്കള് നേരിട്ട് വരിക. നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ 9-ാം ദിവസത്തെ ഈ വിടുതലിന്റെ നൊവേനയിലേക്കും പ്രാർത്ഥനയിലേക്കും നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദിവ്യാനുസ്ഥാനത്തിലായിരിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപ നമ്മിൽ നിറയട്ടെ. ഇന്നലെ നമ്മുടെ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ ദേവാലയത്തിലെ കൺവെൻഷൻ അതിശക്തമായിട്ട് കർത്താവ് പൂർത്തീകരിച്ചു. കർത്താവിന്റെ വലിയ ഇടപെടൽ ആ ജനത്തിനുണ്ടായി. അതിന്റെ അഭിഷേകം അച്ഛനും നിങ്ങൾക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾക്കും കർത്താവ് നൽകും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെയുള്ള വരുന്ന ധ്യാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നിങ്ങൾക്കും
ഒരു അഭിഷേകത്തിന് ഓഹരി നൽകി അനുഗ്രഹിക്കും. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനല് ഈ പ്രാർത്ഥനാ ശുശ്രൂഷ, ഇനി വരാൻ പോകുന്ന ശുശ്രൂഷകൾ എല്ലാം അനേകർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അനേക മക്കളിലേക്ക് നമ്മുടെ ശുശ്രൂഷ എത്തട്ടെ. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോയെ, അങ്ങയുടെ സാന്നിധ്യം തന്നെ ഞങ്ങളെ ബലപ്പെടുത്തുന്ന സാന്നിധ്യമാണ്. ദാവീദ് പറഞ്ഞില്ലേ, കർത്താവ് എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി ഞാൻ നടക്കേണ്ടി വന്നാലും ഞാൻ ഭയപ്പെടില്ല, കാരണം കർത്താവിൻ്റെ കൂടെയുണ്ട്. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളെ തൊടാനോ നശിപ്പിക്കാനോ ഒരു ശക്തിക്കോ ഒരു പിശാചിനോ ഒരു ലോകത്തിനോ ഒരു വ്യക്തിക്കോ സാധ്യമല്ല. അങ്ങ് സർവാധിപനാണ്, അങ്ങ് സർവശക്തനാണ്. അങ്ങയുടെ നാമത്തിന് മുമ്പില് ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും മടങ്ങുന്നു. അങ്ങയെ സ്വന്തമാക്കി അങ്ങയുടെ സാന്നിധ്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണല്ലോ ഞങ്ങള്. കർത്താവെ, ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും പലപ്പോഴും പാപം ചെയ്ത് അങ്ങയോട് അടുക്കാതെ അങ്ങയിൽ നിന്ന് അകന്നു പോയ ഞങ്ങളുടെ ജീവിതങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത്, ഞങ്ങളുടെ മക്കളെ ഓർത്ത്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് അങ്ങയിലേക്ക് തിരിച്ചു വന്ന് അങ്ങയെ സ്വന്തമാക്കി അങ്ങയാൽ യുദ്ധം നയിക്കപ്പെടുന്ന, അങ്ങയാൽ ജീവിതം നിയന്ത്രിക്കപ്പെടുന്ന വലിയൊരു അഭിഷേകത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ മക്കളെ പരമേൽപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു തന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിമോചനം ഞങ്ങൾക്ക് നൽകി ഞങ്ങൾ തടസ്സപ്പെടുത്തുന്ന, ഞങ്ങളെ ബന്ധിച്ചിണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവെ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 9-ാം ദിവസത്തെ ഈ നൊവേനയുടെ അവസാന ദിവസത്തിന്റെ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലുള്ള ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയെയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യരെ വഞ്ചിക്കുകയോ തിരുസഭയെ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വെട്ടിക്കാതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ, തടസ്സപ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് ഒരു നിമിഷം നമ്മുടെ വീടിരിക്കുന്ന മണ്ണ്, നമ്മുടെ മക്കള്, നമ്മളുമായിട്ടപ്പെട്ട എല്ലാ ബന്ധപ്പെട്ട മേഖലകളും ഈ ബഹിഷ്കരണ പ്രാർത്ഥനയുടെ ഒരു തിന്മയുടെ നെഗറ്റീവ് ശക്തികള്, പൈശാചിക ആധിപത്യങ്ങള്, അവകാശങ്ങൾ കടന്നു വരാതെ കർത്താവിന്റെ തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ വീടിനെയും മണ്ണിനെയും സംരക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശ്വാസമേറ്റ് പറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മെ നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും ദിവസങ്ങളിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച എല്ലാ മേഖലകളെയും ഈ അവസാന ദിവസത്തിന്റെ 9-ാം ദിവസത്തിന്റെ നൊവേനയുടെ ഈ ദിവസം നമുക്ക് ദിവ്യാനുസരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് സഭയുടെ ഔദ്യോഗികമായ ഈ ബഹിഷ്കരണ പ്രാർത്ഥന നമുക്ക് സ്വീകരിക്കാം. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാ മേഖലകൾക്കും വേണ്ടി, ജോലി, ബിസിനസ്, പഠനം, ഉപജീവന മാർഗങ്ങൾ, എല്ലാ തടസ്സങ്ങൾക്കും സമർപ്പിച്ചുകൊണ്ട് വിമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥതയിലും സാന്നിധ്യത്തിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ മക്കളുടെ ജീവിതത്തിൽ തീരാവ്യാധികളും ദുഃഖങ്ങളും രോഗങ്ങളും പീഡകളും കഷ്ടതകളും ദുരിതങ്ങളും ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, അന്തർവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവിഷ ശക്തികളെ, ഹലാലിന്റെയും ഇസ്ലാമിക ജിന്നിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും പൈശാചിക ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരിൽ നിന്നും ഇവരുടെ മക്കളിൽ നിന്നും ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും എല്ലാറ്റിൽ നിന്നും ജീവിത വഴികളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. ഇനിമേൽ ഈ മക്കളെയോ ഇവിടെ കുടുംബങ്ങളെയോ ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മക്കളെയോ ഒരു മേഖലകളെയോ ജീവിതത്തിന്റെ ഓരോ മേഖലകളെയോ തടസ്സപ്പെടുത്തരുതെന്ന്, അസ്വസ്ഥതപ്പെടുത്തരുതെന്ന് കർത്താവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ
കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിതത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും രോഗങ്ങളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുശീലങ്ങളും തർക്കദോഷങ്ങളും തടസ്സങ്ങളും ഉണ്ടാക്കുന്ന അന്ധകാര ശക്തികളെയും അധമ വികാരങ്ങളും വിദ്വേഷ വൈരാഗ്യങ്ങളും കലഹങ്ങളും ഭിന്നതകളും സംശയങ്ങളും ഉണ്ടാക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും ദുരാസക്തികളും ദുഷ്ചിന്തകളും ദുഷ്പ്രവർത്തികളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാത്മാക്കളെയും എല്ലാ തിന്മകളുടെയും വഞ്ചനകളുടെയും ഉറവിടമായ സാത്താനെയും അവന്റെ സൈന്യങ്ങളെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും ഇവരുടെ ആത്മാവിൽ നിന്നും മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉച്ചാടനം ചെയ്യുകയും കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. ഇനി ഒരിക്കലും ഇവയൊന്നും അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന ഈ മക്കളെ, ഇവരുടെ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി കൽപ്പിച്ച് ബന്ധിച്ച് വിടുവിക്കുന്നു. കർത്താവായ യേശുവിന്റെ തിരുരക്തം ഇവർക്കും ഇവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർക്കും കാവലായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇവർക്ക്, ഇവരുടെ മക്കൾക്ക്, ഇവരുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങയുടെ ജീവിതായികമായ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവരെ വലയം ചെയ്യുകയും എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്ന് ഇവരെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. നിത്യകന്യകയായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും പിശാചുകളുടെ പേടി സ്വപ്നമായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മാധ്യസ്ഥവും സംരക്ഷണവും ഇവർക്കും ഇവിടെ ജീവിതമായി ബന്ധപ്പെട്ടവർക്കും ബന്ധപ്പെട്ടവയ്ക്കും കാവലായിരിക്കുകയും ചെയ്യട്ടെ. ഇതുവഴി അങ്ങയുടെ ഈ മക്കൾ സൗഖ്യവും ശക്തിയും വിടുതലും പ്രാപിച്ച് അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ യോഗ്യരായി തീരുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവായ ഈശോയെ, വലിയ വിമോചനത്തിലേക്കും വിടുതലിലേക്കും അങ്ങ് ഞങ്ങളെ നയിച്ചുകൊണ്ട് ഈ വിമോചന പ്രാർത്ഥനയിൽ, ഈ നൊവേനയിൽ 9 ദിവസം അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, ഈ വിമോചന പ്രാർത്ഥനയിൽ ഈ നൊവേനയെ പങ്കെടുത്ത എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിച്ചു, അങ്ങ് വിടുതൽ നൽകി, അങ്ങ് ശക്തിപ്പെടുത്തി, അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറച്ചു. അങ്ങയോട് കൂടെ എന്നുമായിരിക്കാൻ, യുദ്ധം ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെ മുന്നോട്ട് നയിക്കാൻ കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഉണ്ടാകണമേ. അങ്ങേ വിട്ടുപേക്ഷിക്കാതെ അങ്ങയെ കൊണ്ട് അങ്ങ് നൽകുന്ന രക്ഷയും വിടുതലും വിമോചനവും സ്വാതന്ത്ര്യവും എപ്പോഴും അനുഭവിച്ച് മുന്നോട്ട് പോകാൻ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് കർത്താവെ വിടുതലിന്റെ ശക്തമായ ഇടപെടൽ എല്ലാ മക്കൾക്കും നൽകി. മഗ്ദല മറിയത്തിൽ എന്ന പോലെ, ലഗ്യോൻ ബാധിച്ചവനിൽ എന്ന പോലെ, അപസ്മാരം ബാധിച്ച ബാറിൻ എന്ന പോലെ അനേക മക്കളിൽ പിശാചിനെ ബഹിഷ്കരിച്ച് അവർക്ക് ലഭിച്ച അസൗഖ്യവും സമാധാനവും എന്ന പോലെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും വിടുതലും സൗഖ്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും ജോലിയും
പഠന മേഖലയിൽ വിജയവും എല്ലാം നൽകി ഞങ്ങളുടെ മക്കളെയും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരാശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കും മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും എല്ലാ വരങ്ങളും ചൊരിഞ്ഞ് പരിപൂർണമായ വിടുതലും സ്വാതന്ത്ര്യവും നൽകി അങ്ങയുടെ സാന്നിധ്യം ഉറപ്പിച്ച് ജീവന സമൃദ്ധിയാൽ ഞങ്ങളെ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങൾക്ക് അച്ഛൻ നന്ദി പറയാണ്. ഈ 9 ദിവസവും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ, കർത്താവ് നൽകുന്ന വിമോചനം പ്രാപിക്കാൻ നമുക്ക് അവിടുന്ന് തന്നെയാണ് ഇടയാക്കിയത്. ഒത്തിരിയേറെ തടസ്സവും കൺവെൻഷൻ്റെ തിരക്കും, ഒത്തിരിയേറെ ആളുകൾ വിളിച്ചു, ഒത്തിരിയേറെ സങ്കടങ്ങൾ കേട്ടു. ഇതെല്ലാം സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് എന്നെ ഒരുക്കി, ഈ ആലയത്തെ ഒരുക്കി, നമ്മളെല്ലാവരെയും കൂട്ടിച്ചേർത്ത് ഒരുക്കി. ഈശോയ്ക്ക് നന്ദി പറയാം. ഈ ദിവസങ്ങളിൽ അനേക ആയിരങ്ങൾ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത് നമ്മുടെ ഈ പ്രാർത്ഥനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും അച്ഛൻ സ്നേഹത്തോടെ ഓർത്ത് നന്ദി പറഞ്ഞ് നിങ്ങൾ കൂട്ടിച്ചേർത്ത് പിടിച്ച് ഈ ആരാധന സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഒന്നിട്ട് കാര്യങ്ങൾ പറയാനുള്ളത്, നിരന്തരമായ പോരാട്ടം നേരിടുമ്പോൾ ഈ വിടുതലിന് വേണ്ടിയുള്ള ഈ വിമോചനത്തിന് നൊവേന നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് പ്രാർത്ഥിക്കാം. ഈ 9 ദിവസത്തെ നൊവേന ആർക്കെങ്കിലും വലിയ തടസ്സമായിട്ട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ പറയണം, നമ്മുടെ ചാനലിൽ കയറിയിട്ട് ഈ വിടുതലിന്റെ നൊവേന അതുപോലെ അച്ഛൻ പറഞ്ഞ മെസ്സേജ് അനുസരിച്ച് കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് അഭിഷേകത്തോടെ അധികാരത്തോടെ ശക്തിയോടെ നമുക്ക് ഈ വിടുതൽ പ്രാർത്ഥന, ഈ നൊവേന സ്വീകരിക്കാനും പ്രാർത്ഥിക്കാനും പങ്കുചേരാനും പറയണം കേട്ടോ. ഇന്നും അവസാനിക്കല്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ നൊവേനകളൊക്കെ എടുത്ത് ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത്, പ്രത്യേകിച്ചും അതിൻ്റെ ബഹിഷ്കരണ ഔദ്യോഗിക ബഹിഷ്കരണ പ്രാർത്ഥന ഉണ്ടല്ലോ, അതുമാത്രം നമ്മളിനി എടുത്തിടും. മിഖായേൽ മാലാഖയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മ, പിതാവ്, ശുദ്ധര്, മാലാഖമാര് എല്ലാവരും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രിയപ്പെട്ട മക്കളെ, സ്വർഗത്തിന്റെ പൗരത്വത്തിന്റെ കരുത്തോടെ നമ്മൾ ഒരു ആത്മാവിനെ നയിക്കപ്പെടുന്നവരും ഒരേ ശരീരത്താൽ പോഷിപ്പിക്കപ്പെടുന്നവരും ഒരേ അപ്പന്റെ മക്കളുമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യുദ്ധം നമുക്ക് ഒരുമിച്ച് ഏറ്റെടുക്കാം. കർത്താവിന് കൂടെ നിന്ന് നമുക്ക് പോരാടാം. അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഇന്നലെ കൺവെൻഷൻ കഴിഞ്ഞോളൂ. ഇന്ന് ഇവിടെ ഉപവാസ പ്രാർത്ഥനയാണ്. നാളെ കഴിഞ്ഞ് ഇവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. 19 യുവജന ധ്യാനമാണ്. പിന്നീട് വീണ്ടും സ്കൂളിൽ നിന്ന് പിള്ളേർ വന്ന് ഇവിടെ ധ്യാനിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ധ്യാനങ്ങളാണ് ഈ മാസം മുഴുവനും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ശബ്ദം, ആരോഗ്യം, സമയം, അഭിഷേകം, ശക്തി, വിടുതൽ എല്ലാം അച്ഛനും വേണം. നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കണം. അച്ഛൻ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ.